ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ? അപ്പോൾ ഇന്നൊരു പ്രത്യേകത ഉണ്ട്. ഇന്ന് നമുക്കൊരു പരിപാടി ഉണ്ട്. വേറെ ഒന്നല്ല, നമ്മുടെ ഉണ്ണിയുടെ മാമൂദീസ, അതായത് നാത്തൂൻ്റെ ഉണ്ണിയുടെ മാമൂദീസ ഇവിടെ അല്ലാണ്ട് നടത്തണേ, പോട്ടയിലാണ്. അപ്പോൾ അപ്പച്ചനും അമ്മച്ചിയും ആദോ ഓൾറെഡി പോയി കഴിഞ്ഞു. നമ്മള് അബ്രു കിടന്ന് ഉറങ്ങായിരുന്നു, അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആവല്ല. അവൻ ഉറങ്ങി എനിക്ക് അവൻ്റെ ഡ്രസ്സ് മാറ്റിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം വൈകി അവർ പോയി. ഇനിയിപ്പോൾ നമുക്ക് അച്ഛൻ്റെ വീട്ടിൽ നിന്ന് പിള്ളേരെയും കൂടി എടുത്തിട്ട് അവരെയും കൊണ്ടിട്ടാണ് നമ്മൾ പോണത്. അവിടുത്തെ ആൻറ്റി വന്നില്ലേ, അമ്മാമ്മയ്ക്ക് വയ്യ അവിടെ. അപ്പം പിള്ളേരുണ്ട്, അപ്പം പിള്ളേരെയും കൊണ്ട് നമ്മൾ പോവും. അപ്പൊ സാരി എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണേ. അത് മേക്കപ്പ് എന്തോ ഈ ഫോണിൽ നോക്കുമ്പോ കൂടിയ പോലെ എന്തൊക്കെയോ ഇതായ പോലെ. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. കുറച്ച് ലിപ്സ്റ്റിക്കും ആകെ ഇത്തിരി ഓലയുടെ ക്രീമും മാത്രമേ പറ്റിയിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇതില് കാണുമ്പോ ഭയങ്കരമായിട്ട് ഇത് കൂടി പോലെ. ഒന്ന് കാണിച്ചു കൊടുത്ത തന്നെ ഫുള്ള് ലുക്ക് കൊച്ചണ്ട അബ്രോണ് കയ്യിലിരിക്കണതേ. ഇങ്ങനെയുണ്ട് എന്റെ ഒരു ഫൈനൽ. കളർ കൂട്ടാനാണോ മേക്കപ്പ് കൂട്ടാൻ? അതെ, നമ്മുടെ അബ്രുകുട്ടന്റെ ലുക്ക് കാണിച്ചത്. അതെ, അബ്രു എന്റെ ലിഷ്മോന്റെ ലുക്ക് ഇട്ട. പിന്നെ ആദംകുട്ടൻ പോയി, അവനെ നമ്മളവിടെ ഇനി കാണയില്ല. അവനെ കണി കണ്ടിട്ട് ഇനി അവനെ കാണില്ല, ഫ്രെയിമിലേ ഉണ്ടാവില്ല. അവൻ ഭയങ്കര ബിസിമാൻ ആയിരിക്കും. അപ്പൊ ഞങ്ങള് പോയിട്ട് അവിടെ ചെന്നിട്ട് അവിടത്തെ വിശേഷങ്ങൾ കാണിക്കാട്ടാ. ഇപ്പൊ പിള്ളേരെ അവിടെ നിന്ന് എടുക്കണം, വിളിച്ച് പറയണം. അവറ്റകൾ അവിടെ എത്തുമ്പോ കാണിച്ചു തരാം. ചെരുപ്പുണ്ടാ നമ്മുടെ ബോയ്സ് നമ്മള് കുഞ്ഞാൻറ്റി, വലിയാൻറ്റി, വലിയച്ഛൻ. നമ്മള് വീട്ടിക്ക് കിടക്കാൻ പോവാട്ടാ. നോക്കി കിടന്നോ? ലൈറ്റ് ഇടാത്ത ഫോട്ടോ പരിപാടി കഴിഞ്ഞ് നമ്മള് പള്ളിക്ക് അമ്മായില് കയറിയാ? അമ്മായില് കയറി കേട്ടോ. അമ്മ രാജാവ്. ആള് വണ്ടി യോ, ഞാൻ ചെരുപ്പൊക്കെ ഇട്ട് ഇറങ്ങി കറക്റ്റ് എന്റെ ഇത് ചെരുപ്പ് കടം മേടിച്ചിട്ടാണെന്നല്ലേ കുഞ്ഞാണ്ടി. ഈ ചെരുപ്പ് കണ്ടിട്ട് നിനക്ക് എന്തിനാ? ആ അതന്നെ പാവം, ഞാൻ അറിഞ്ഞില്ല കുഞ്ഞിതാന്ന് കാല്. നമ്മളിപ്പോ പള്ളിയിലെത്തിട്ടാ 12:15 12:30. ആദം മൈൻഡ് ചെയ്യലല്ലോ. അപ്പച്ച പഠിക്കണം, ഇന്ന് ഫുള്ള് അപ്പച്ച പഠിക്കണം. അങ്ങനെയാ. ഇവിടെ മെയിൻ ഫോട്ടോ സെക്ഷൻ നടന്നുകൊണ്ടിരിക്കണം. അതുണ്ടല്ലോ ഈ ഉണ്ണിനെ ഒറ്റയടി കൊടുത്തു പെരുന്നാളിലൊന്നൊക്കെ. പിന്നെ അവൾക്ക് പേടി ആദത്തിന്. അതിന് കണ്ട അവൾ ഓടിപ്പോവും. ഫോട്ടോടൊക്കെ സെക്ഷൻ. കിച്ചുവിന്റെ മുടി കിട്ടിയ വെയിറ്റ് ചെയ്തിട്ടാ അമ്മിച്ചിരി വന്നു. അതിന്റെ ജലദോഷം മാറിയിട്ടൊന്നുമില്ലേ? അപ്പൊ ചോദിച്ചോളൂ, അമ്മിച്ച് വരും ചോദിച്ചോളൂ. ഞാൻ പറഞ്ഞു ഞാൻ ചോദിച്ചിട്ടില്ല.
മാമോദീസ കഴിഞ്ഞുട്ടാ. കുർബാന ഉണ്ടായിരുന്നില്ല, മാമോദീസ മാത്രമേ ഉണ്ടായുള്ളൂ. അതുകൊണ്ട് മാമോദീസ പരിപാടി പെട്ടെന്ന് കഴിഞ്ഞു. അബ്രുണ്ടേന് നമുക്ക് കുർബാന ഉണ്ടായാലും കുറേ നേരം ചുറ്റി വളഞ്ഞ് നിൽക്കേണ്ടി വന്നു. പക്ഷേ ഇത് പെട്ടെന്ന് 10 മിനിറ്റിനുള്ളിൽ 12:30 തുടങ്ങി 12:54 പരിപാടി കഴിഞ്ഞു. ഇനി ഫോട്ടോ സെക്ഷൻ ഉണ്ടാവും ഇവിടെ കുറച്ച് നേരം. അത് കഴിഞ്ഞ് ഫുഡ് അടിക്കാൻ നമുക്ക് ഹാളിലേക്ക് പോകും. വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇവർ രണ്ടുപേരും ശരിക്കും പറഞ്ഞാൽ ദേഷ്യം പിടിച്ച് വാശി പിടിക്കുന്ന സമയമാണ്. ഇതുവരെ ഇളകിയിട്ടില്ല. കുറച്ച് നേരത്തിനുള്ളിൽ ദേഷ്യം എന്തായാലും വരുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓൺ ദ വേ ആണ്. നമ്മുടെ അമ്മച്ചി വന്നിട്ടുണ്ട്. അമ്മച്ചി എങ്ങനെയാ വന്നത്? അമ്മച്ചി ബസ് പിടിച്ചു വന്നു. ബസ് പിടിച്ചു ഓട്ടോറിക്ഷ വിളിക്കണം. വന്നിട്ട് കഴിക്കണേ ഒരു ഉണ്ണീനെ എടുത്തോണ്ടിരുപ്പ ഉമ്മോടൊക്കെ അത് എത്തില്ല മോനെ. അവനെത്തില്ല. ഇത് അത്ര ഡാർക്ക്നെസ് ഉണ്ട്. അതിന് കുറച്ച് ലൈറ്റ് അല്ലേ, നല്ല ഭംഗി. നമ്മൾ അടിച്ച് നിക്കണം. അതാണ് വിചാരിച്ചത്. അടിച്ച് കയറി നിക്കണം. വന്നോടങ്ങി ഉറക്കം. അതോ നമ്മുടെ ഉണ്ണിയുടെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും നമ്മുടെ അപ്പച്ചനും അമ്മച്ചിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഫുള്ള് അവരെന്നെ എടുത്തു. ഏത് കിടാവ്? അപ്പച്ചൻ്റെ പരിപാടികൾക്ക്. അതായത് ഓച്ചുവിന് ഒരു നല്ല ശീലല്ല. ഓച്ചിന് ഫുള്ള് കളിപ്പാട്. ഫുള്ള് മുഖമൊക്കെ ഇങ്ങനെ ഏറ്റുപിടിച്ച് കറഞ്ഞ പോലെ നിൽക്കണ്ട്. നമ്മള് കൊണ്ടുവന്ന കുഞ്ഞാണ്ടി ഇപ്പൊ അവിടെ ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുക്കാം. ഫുള്ള് ഫോട്ടോ എടുക്കണ്ടേ? അതെന്താ ഇവിടെ നിക്കണ്ട്? പോപ്പിനെ വെട്ടിച്ചു. പോപ്പിയൊക്കെ തടഞ്ഞു വിട്ടു. എന്തായി മാമോദീസ? എങ്ങനെയുണ്ട്? പെട്ടെന്ന് കഴിഞ്ഞു. ഇഷ്ടായി. ചുറ്റിലുണ്ടായില്ല. ചുറ്റിരുത് നമ്മളധികം. പോപ്പിയുടെ അഭിപ്രായം നമ്മുടെ അബുരുത് എവിടെ ഉണ്ട് കേട്ടാ. അമ്മച്ചി നോക്കിണ്ട് അബുരുത്. അങ്ങനെ വിശേഷങ്ങൾ. ഇനി എന്താ നെക്സ്റ്റ് പരിപാടി? ഇനി നേരെ ഭക്ഷണം കഴിക്കുക പോവാ അല്ലേ? അല്ല ഫോട്ടോ എടുക്കണം. നമ്മളെ ടീമുകളൊക്കെ അതോ പോപ്പിനടുത്ത് പോയി പോപ്പിച്ചാൻ്റെ അടുത്ത് പോയി. ദൈവമേ പോപ്പിച്ചാൻ്റെ അടുത്ത് പോയി നിൽക്കണ്ടോ? കമ്മലൂരി അപ്പാപ്പന് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു. ഹാപ്പി ടു യു പറഞ്ഞു. അപ്പാപ്പന് ഹാപ്പി ടു യു പറയും. ഹാപ്പി ബർത്ത്ഡേ പറയും. ഹാപ്പി ടു യു. ഹാപ്പി ടു യു അപ്പാപ്പന്റെ. ഉമ്മടുത്തെ പോട്ടെ. നമ്മുടെ പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ അവിടെ ബാപ്റ്റിസം എന്നൊക്കെ പറഞ്ഞ് ചെറിയ ഇതൊക്കെ വെച്ച് മോളിലാന്ന് തോന്നൂല്ലേ ഹാളിക്ക് പോകണം. അപ്പൊ ചിലപ്പോ അവിടെ പാട്ടും ഇതൊക്കെ ആണെങ്കിൽ നമ്മൾ അധികം വീഡിയോ എടുക്കില്ല കേട്ടോ. കുറച്ചൊക്കെ എടുക്കുള്ളൂ. കാരണം കോപ്പിറൈറ്റ് കാര്യങ്ങളൊക്കെ വരും. അപ്പൊ നമ്മൾ ഹാളിക്ക് പോകണ്ട. അതെ അവരൊക്കെ പോയി. നമ്മളിതേ പയ്യെ നീങ്ങുന്നുള്ളൂ. ഗൈസ് പോവാം. വെൽക്കം കുറിക്കുന്നത് ആദമിന് കേക്ക് കുറിക്കുന്നത്. ഹാപ്പി ടു യു. കേക്ക് കട്ടിങ് പരിപാടി ഉണ്ട് നടക്കണ സ്റ്റേജിമേ. നമ്മളിവിടെ പുറത്തന്നെ. അതോ അപ്പുറോ അവിടെ ഉണ്ട്. ഫുള്ള് സൗണ്ട് ഉള്ള എന്തൊക്കെയോ. എന്റെ പാത്രം കഴിഞ്ഞിട്ടൊന്നുമില്ല. സീറ്റ് ഇപ്പൊന്നും ഒഴിയില്ല. അത് നോക്കിട്ട് അതാണ് ഇതിന്റെ വായിലത്തെ ഇതായിരിക്കുന്നത് വെള്ളം. പോവാൻ പറ്റില്ല. അപ്പടോ അപ്പച്ചന്റെ പിന്നാലെ ഇവിടെ കുഞ്ഞാന്റെ അതും കൂടി കളി കിടക്ക. ഒളിച്ചു കളി ഇടക്കിച്ചു ചിക്കോ. അത് ഒളിച്ചു കളിക്കണ് രണ്ടുപേരും കൂടി. ഇതേ സ്റ്റേജിന്ന് പൊളിക്കും.
അതാ ഞാൻ നോക്കിയില്ല കേട്ടോ, ഞാൻ ചോറിനാൻ പോവാണ്. എല്ലാവരും ഭയങ്കര ബിസിയാണ്, ഭയങ്കര സൗണ്ടും ബഹളമൊക്കെയാണ് ഹാളില്. അപ്പൊ എല്ലാവരും കൂടി ഒരുമിച്ച് ഫുഡ് കഴിക്കൽ നടക്കില്ല. അപ്പൊ എന്തായാലും ഞാൻ ഫുഡ് കഴിക്കാൻ പോതേ. അപ്പൊ നമ്മുടെ കറികളതേ ചോറുണ്ട്, ക്യാബേജ് ഉണ്ട്, ബീഫ് റോസ്റ്റ്, ചിക്കൻ ഫ്രൈ, മീൻകറി, മാങ്ങക്കറി, അച്ചാറ്, കാളൻ, പിന്നെ ഐസ്ക്രീം, പിന്നെ വന്നപ്പോ മറ്റേ ഫ്രഷ് ജ്യൂസ് ഉണ്ടായി. ഇത്ര ഐറ്റംസ് ഉണ്ടായി. അപ്പൊ ഇതൊക്കെ കൂടി കൂട്ടിയിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ പോട്ടെ. ഇവരൊക്കെ എപ്പോഴെങ്കിലും കഴിക്കട്ടെ, ഞാൻ ഒന്നും നോക്കണില്ല. അപ്പൊ നമ്മുടെ മാമൂസ പരിപാടികൾ കഴിഞ്ഞു, ഫുഡ് അടി കഴിഞ്ഞു, പിള്ളേര് ചെറുതായിട്ട് അലമ്പായി തുടങ്ങി. അപ്പൊ നമ്മള് ഐസ്ക്രീം നമ്മളെ കൊണ്ട് പറ്റണത് നമ്മൾ ചെയ്യുന്നുണ്ട്, സഹായിച്ചിട്ടുണ്ട്, നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ ഫുഡ് അടി പരിപാടി നല്ലതായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായില്ല. നമ്മള് വിചാരിച്ച പോലെ പിള്ളേര് എത്ര അലമ്പായി. പക്ഷെ ലാസ്റ്റ് ആയപ്പോഴേക്കും ഇവര് ഇപ്പൊ ഇതായി തുടങ്ങി. അപ്പൊ അമ്മച്ചി അപ്പച്ചനും പോന്നിട്ടില്ല. ഫസ്റ്റ് തന്നെ അവര് തീരുമാനിച്ചു വീട്ടിൽ പോയി കൊച്ചിനെ കൊണ്ടാക്കിയിട്ടൊക്കെ വരാന്ന്. പക്ഷെ തീരുമാനം പയ്യെ മാറ്റി. കാരണം സമയം ഇപ്പൊ 3:15 3:30 ആവാറായി. ഇനി വീട്ടിൽ പോയിട്ട് അവരെ കൊണ്ടാക്കി വരുമ്പോ ഒന്നുകൂടി ലേറ്റ് ആവും, നമ്മള് ലേറ്റ് ആവും. അപ്പൊ നമ്മളെന്തായാലും വേഗം പോന്നു. അവര് പോകുന്നത് നമുക്കറിയില്ല, നമ്മളെന്തായാലും വീട്ടിൽ പോകുമ്പോ. പിന്നെ അമ്മച്ചിയും അപ്പച്ചനും വന്നിട്ടുണ്ടായിരുന്നു. അമ്മച്ചി പോയി, അമ്മച്ചിയുടെ സാരിമ ഫുള്ള് ഫുഡ് കഴിച്ച് അച്ചാറാക്കി സാരി പോയി എന്ന് പറഞ്ഞ അമ്മച്ചി പോയിട്ടുണ്ട്. അപ്പൊ എന്നിട്ടാണ് അമ്മച്ചി പോയി, അപ്പച്ചനും പോയി, എല്ലാവരും പോയി. ഹാളിൽ ഇപ്പൊ ആരും ഇല്ല, ഒരു ശൂന്യതയായിട്ടുണ്ട്. കൊച്ചു റോച്ചുമോളിന്ന് ഭയങ്കര അലമ്പായിരുന്നു. അങ്ങനെ നമ്മുടെ അച്ഛന്റെ വീട്ടിലെത്തിയിട്ട് പിള്ളേരോട് ഇറക്കാൻ വേണ്ടിട്ട് പിള്ളേരുകള് ആന്റിയുടെ അടുത്ത് നാരങ്ങവെള്ളം കലക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെള്ളം ഇറച്ചി കഴിച്ചിട്ട് ഫുള്ള് വെള്ളം താ. എന്റെ ദൈവേ, ആന്റി മറ്റേ വർക്കിംഗ് ഡ്രസ് ഒക്കെ ഇട്ടുള്ളത്. കുഞ്ഞാന്റി ടയർഡായാ? എല്ലാവരും ടയർഡ്. കുഞ്ഞാന്റി ബാബി കുഞ്ഞാന്റി ബിസി ആയിട്ടാ. വീട്ടിലെത്തിയപ്പോ അവന് വിഷമല്ല, അവന് വണ്ടിന്ന് ഇറങ്ങിയാനാ. നമുക്ക് കുറച്ചു മുമ്പ് പോവാട്ടാ. അപ്പൊ കൊണ്ടുപോട്ടാ മോനെ. ഫുൾ ഓണായിട്ടാ. മിഠായി കിട്ടിയില്ലോ. എന്നിട്ട് കുനാഫ ചോക്ലേറ്റ് അല്ലേ അത്? കുനാഫ മിഠായി കിട്ടിയില്ലോ. അതിന് ഭ്രാന്തളി. നമ്മുടെ ഒരു ഇതേ എന്തിട്ട് പറയാ. അപ്പൊ നമ്മള് വീട്ടിലെത്തി കഴിഞ്ഞ് കഴിയുമ്പോ എന്നിട്ട് അവസ്ഥ നമുക്ക് അറിഞ്ഞൂടെ. 2 പിള്ളേരെ കൊണ്ടുപോയിട്ട് ഒരു നേരം ജ്യൂസ്, പാല് ഇതൊക്കെ കൊണ്ട് നടക്കണത്. ചോക്ലേറ്റ് ഡ്രസ്സൊക്കെ ഈശ്വര ഷർട്ടൂര് ഒരു ചോക്ലേറ്റ് കറിയപ്പെടുത്ത് കൊടുത്തതാക്കി. ഇപ്പൊ ഇത് ഫുള്ള് അലമ്പാക്കോ ഡ്രസ്സും. ഇത്ര നേരം ഞാൻ പൊന്നു പോലെ സൂക്ഷിച്ച് ഒരു തരി പോലും ആക്കാണ്ടിരുന്ന ഡ്രസ്സാ. അപ്പാപ്പനും അമ്മാമ്മ എത്തിയിട്ടില്ല കേട്ടാ. വീണ്ടും തുടങ്ങി. അവന്റെ ഉറക്കം ശരിയായിട്ടില്ല, അതന്നെ പ്രശ്നം. ആപ്പിന് നല്ല കുട്ടിയാട്ടാ. അപ്പൊ എന്നിട്ടാണ് അങ്ങനെ നമ്മുടെ മാമൂസ പരിപാടികൾ കഴിഞ്ഞു. അവര് ഒരുവിധം ടയേർഡായിട്ടുണ്ട്. ഉണ്ണി കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അവന്റെ ഇടയ്ക്ക് പാല് കൊടുക്കണ പ്രശ്നം ഉണ്ടായില്ല. എന്നാലും ഇത്ര നേരം നിൽക്കുമ്പോ ആരെങ്കിലും വയ്യണ്ടോ. ഒരുപാട് ആൾക്കാരുടെ പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അധികം ആൾക്കാരൊന്നും ഉണ്ടായില്ല. ഒരു ചെറിയ പരിപാടി തന്നെയായിരുന്നു. അത്ര വലിയ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ നാടൻ ഫുഡ് കാര്യങ്ങള് അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരുപാട് ഭയങ്കര ഫംഗ്ഷൻ ഒന്നും പറയാൻ പറ്റില്ല. അവരെ കൊണ്ട് പറ്റുന്നൊരു ചെറിയ സന്തോഷം അവരിങ്ങനെ നടത്തി. പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് പലഹാരമൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പലഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ മുകളിലായിരുന്നു, അപ്പച്ചൻ്റെ വണ്ടിയിലാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പലഹാരങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ലഡു, ജിലേബി, ഇങ്ങനെ കുറച്ച് അച്ചപ്പം കൊല്ലപ്പം അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ നമ്മൾ പലഹാരങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഇന്നലെ അപ്പച്ചനോട് ചോദിച്ചിട്ട് എന്തിൻ്റെ ചടങ്ങാണ്. അതായത് പ്രസവത്തിൻ്റെ സമയത്ത് അവൾ ഉണ്ടായിരുന്നില്ലല്ലോ, ഡെലിവറി ടൈമിലൂടെ ഉണ്ടായിരുന്നില്ല. പിന്നെ അതിൽ നമുക്ക് 7 മാസം 9 മാസത്തിലൊരു ചടങ്ങുണ്ടല്ലോ, അതാണോ അല്ലെങ്കിൽ മാമുദീസയുടെയാണോ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായി. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു അതൊന്നല്ല, അവർക്ക് വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് നമ്മള് ഇത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പച്ചൻ വന്നിട്ടുണ്ട് കേട്ടാ. ഒരു വണ്ടി അടുത്ത വണ്ടിക്ക് ചാടി. അവനാ വണ്ടിയിൽ ഇരുത്തി കൂട്ടിക്കോ, അതല്ലത്. ഞാൻ പറയാൻ അറിയോ,
എന്തിനു പറയാ വന്ന ആദത്തിനെ വണ്ടിയിലിട്ട് പൂട്ടാനപ്പ അവൻ പറയാൻ വന്നേ. അതാ വരുന്നില്ലേ നീ അബ്രോനി ഉണ്ടല്ലോ കേക്ക് മുറിക്കാൻ വേണ്ടി സ്റ്റേജിമ കയറ്റിയത്. അബ്രോ കേക്കില് ഒറ്റ പിടിച്ചു അമ്മാമ്മയുടെ സാരി ഇങ്ങനെ തേച്ചങ്ങട് കൊടുത്തു. ഫുള്ള് ലെവലാക്കി കൊടുത്തവൻ. ഞാൻ കൊണ്ടുപോയപ്പോ പറഞ്ഞു ഇപ്പൊ ശരിയാക്കണം. അതുപോലെ ഐസ്ക്രീം തിന്നുണ്ടോ അതൊക്കെ പിടിക്കാൻ നിൽക്കവൻ അവന് തിന്നാൻ വേണ്ടിട്ട്. കുഞ്ഞു കുർലാപ്പി ഏതാ ഷർട്ടിന്റെ ബട്ടൺസ് ഒക്കെ ഊരിടാ നോക്കണേ. അപ്പൊ എല്ലാവരും അങ്ങനെ വീട്ടിലെത്തി. ലാസ്റ്റ് ഉണ്ടായത് അപ്പച്ചനും അമ്മച്ചിയായിരുന്നു. അവർക്ക് എത്തി. എല്ലാവരും ഒരുവിധം ക്ഷീണമായി. റെസ്റ്റ് എടുത്തു. ഒരു 2-3 ലിറ്റർ വെള്ളം കുടിച്ചു. ഇനി മെയിൻ പരിപാടി റെസ്റ്റ് എടുക്കുക അതന്നെ. അപ്പൊ ഇന്നത്തെ വീഡിയോ അപ്പൊ ഇത്രേ ഉള്ളൂ. നമ്മുടെ ചെറിയൊരു മാമൂദിസ വ്ളോഗാണ്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാണ്ട് കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ഇട്ട് വരുന്നതായിരിക്കും. എന്റെ ക്ലിപ്പൊക്കെ എടുത്ത് പിടിച്ചോണ്ടിരിക്കല്ലേ.